കേരളത്തിലെ കാലാവസ്ഥയും കേരളത്തിലെ ഭരണവും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. 6 മാസം മഴയും 6 മാസം വെയിലുമുള്ള കേരളത്തിൽ 5 വർഷം LDF സർക്കാരും 5 വർഷം UDF സർക്കാരും മാറി മാറി വരില്ലായിരുന്നു പതിവ്. ആ പതിവിനെ ഇല്ലാതെയാക്കിയത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ കഴിവുകേട് കൊണ്ട് നമുക്ക് 10 വർഷം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വെയിൽ മാത്രമായി മാറി. അങ്ങനെ വെയിൽ മാത്രമായാല് എല്ലാം കരിഞ്ഞു പോയി. പറങ്കൂച്ചിന്റെ ഒക്കെ പൂവ് കരിയുന്ന എല്ലാം കരിഞ്ഞ് കംപ്ലീറ്റ് കരിഞ്ഞ്. അതിന്റെ കൂട്ടത്തില് കോൺഗ്രസ് പ്രവർത്തകരും കരിഞ്ഞുപോയി. അങ്ങനെ കരിഞ്ഞുണങ്ങിയ ഒരു കേരളം, കരിഞ്ഞിറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരുമുള്ള ഇടയ്ക്കാണ് ശ്രീ VD സതീശൻ സാറ് വരുന്നത്. അദ്ദേഹം വന്നുകാണ്ട് അണികൾക്ക് നല്ല ആത്മവിശ്വാസവും നല്ല സപ്പോർട്ടൊക്കെ നൽകി. അദ്ദേഹം കോൺഗ്രസിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നല്ല വായനാശീലമുള്ള അദ്ദേഹത്തിന് എല്ലാത്തിലും നല്ല കാഴ്ചപ്പാടുണ്ടെന്നും നല്ല നിലപാടും എല്ലാം ഉള്ളത് കൊണ്ട് ആളുകളെല്ലാവരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ കോൺഗ്രസ് അതല്ലെങ്കിൽ UDF ഒരു വമ്പിച്ച വിജയം കരസ്ഥമാക്കി. ആ വിജയം കരസ്ഥമാക്കിയതിന്റെ ശേഷം എനിക്കാണ് കൂടുതൽ ഏജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് അദ്ദേഹത്തിന് കിട്ടേണ്ട അവസരമായിരുന്നു, ശ്രീ രമേശ് ചെന്നിത്തലക്ക് കിട്ടേണ്ട അവസരമായിരുന്നു പിണറായിയുടെ 2ാമത്തെ ടൈം. അതായിരുന്നു രമേശിന്റെ അവസരം. അതോടുകൂടി അദ്ദേഹത്തിന്റെ അവസരം പോയി. പിന്നെ ഒരാള് നൂലിറങ്ങിയേക്കാണ്. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് നൂലില് വന്നേന് കുറച്ച് ചാക്കുമായിട്ടാ വന്നത്. ഇങ്ങോട്ട് കുറച്ച് MLA-മാരൊക്കെ കൈക്കലാക്കിയാണ്ട് ഒരാള്. അദ്ദേഹത്തിന്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ ഉള്ള പാർട്ടിക്കാരെ എല്ലാരും നിരാശരാക്കി, ഇവിടുത്തെ പാർട്ടിയെ ഇല്ലാതാക്കി മറ്റൊരു പാർട്ടിക്ക് ഇവിടെ കളമൊരുക്കാമെന്ന് അദ്ദേഹത്തിന് ആശയുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് 100% കറക്റ്റാണ്. അതല്ല, കേരള ജനതയ്ക്ക് നല്ലൊരു ഭരണം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ജനങ്ങൾക്കറിയാം ആരിവിടെ ഭരിക്കണമെന്ന്. ആ ജനവികാരം എല്ലാവരും കണ്ടതാണ്. VD സതീശനോളം ഇന്ന് ഒരാളും യോഗ്യനല്ല കേരളം ഭരിക്കാൻ.